ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി മെഴുകലാണ്. മെഴുകി ഇവിടെ ആകെ വൃത്തികേടാകും. നിനക്കറിയോ മെഴുക? നമുക്കതെല്ലാം അറിയുള്ളൂ. നമ്മള് മെഴുകലിന്റെ ഉസ്താദുകളാണ്. നമ്മള് ഭീകരന്മാരാ. പക്ഷെ നമ്മുടെ ഈ ചിരി ഇഷ്ടപ്പെടാത്തവരുണ്ട്. എന്റെ മോനെ. അയ്യോ, എന്തായാലും ഗൗരവത്തിൽ പറയാം. ഗൗരവം ഞങ്ങൾക്ക് കഴിയില്ല, സത്യമായിട്ട് പറയാം. ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്ന ആൾക്കാരാണ്. സോറി. എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ബസൂക്ക സിനിമയുടെ റിവ്യൂ ഇട്ടു. അതിനുശേഷം നമുക്കെതിരെ ഭയങ്കരമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. മോഹൻലാൽ ആരാധകരുടെ ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് പോസ്റ്റാണ്. അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏത് മമ്മൂക്കയുടെ ഒരു സിനിമ നല്ലത് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ലത് പറഞ്ഞത് മാത്രമല്ല, നമ്മൾ ചിരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ ദേഷ്യം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും മനസ്സിലാക്കണം. ചിരിച്ചുകൊണ്ട് സംസാരിക്കരുത്. എന്തായാലും ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടും അത് ആ ലിങ്ക് ഷെയർ ചെയ്തിട്ടും നിങ്ങളെ കുറിച്ചാണല്ലോ ചുളിവിൽ ഫേമസ് ആയല്ലോ എന്നൊക്കെ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. കയറി നോക്കി. അപ്പോൾ വേണ്ടപ്പെട്ട ഒരു ചാനലൊന്നല്ല, അല്ലെങ്കിൽ ഓക്കെ ആയേനെ. എന്തായാലും കേരള ബോക്സ് ഓഫീസ് എന്ന ഒരു ചാനലുണ്ട്. ചാനലല്ല, ഒരു പേജ്. മോഹൻലാൽ ഫാൻസിന് വേണ്ടി സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിൽ വന്ന ഒരു പോസ്റ്റാണ്, നമുക്ക് വായിക്കാം. പോസ്റ്റ് ഭയങ്കര രസമാട്ടോ, വായിക്കാം. നമ്മൾ ഭംഗിയുണ്ടോ കാണാം? കൊള്ളാം, നൈസായിട്ടുണ്ട്. അതെന്തായാലും തകർത്തു കേട്ടോ. നിങ്ങൾ തമ്പനയിൽ അല്ലെങ്കിൽ പിക്ചർ എടുത്തതേ അത് അടിപൊളിയായി. നല്ല വൃത്തിയുള്ള ഫോട്ടോ, നല്ലതാ. ഇല്ലെങ്കിൽ ആകെ മൂഞ്ചിപ്പോയന്. അടുത്ത ക്ലാരിറ്റി ഉണ്ടല്ലേ? പോസ്റ്റ് ഇതാണ്: മോഹൻലാലിന്റെ എല്ലാ പടത്തിനും ഭയങ്കര സംഭവം ഉണ്ട്, അതിൽ ഇവർക്കറിയാം, ഇപ്പോൾ പുറത്തു പറയില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കും. എന്നിട്ട് റിലീസ് അതിനെ മോശമാക്കി വീഡിയോ ചെയ്യും. റിലീസിന് ശേഷം മോശമാക്കി വീഡിയോ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അല്ല, ഒരു കാര്യത്തിലാണ്, മോഹൻലാൽ എന്ന് പറഞ്ഞ നടനപ്പോ ഹൈപ്പൊന്നും ഇല്ലേ? എൻ്റെ ഒരു ഡൗട്ടാണ് കേട്ടോ. നമ്മള് ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് വേണോ മോഹൻലാൽ സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാവാൻ? അതൊരു ചോദ്യം അല്ലേ? അതിൽ ഈ സിനിമ വരുന്നതിന് മുൻപ് ഇന്ന ആൾക്കാരുണ്ട് അത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കുറേ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്. പക്ഷേ ശരിക്കും തെറ്റിപ്പോയ ഒരു ഞങ്ങൾ സോറി പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് എമ്പുരാൻ സിനിമയിൽ 3 ആൾക്കാർ ഉറപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണ്. അത് ഞങ്ങൾ 100% ഉറപ്പ് പറഞ്ഞു. അത് ഞങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നില്ല. ഇതിങ്ങനെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ ആ സമയത്ത് ചിന്തിച്ചില്ല. അത് ഞങ്ങളെ തെറ്റാണ്. അത് റീച്ചിന് പറഞ്ഞതല്ല, മാത്രമല്ല ആ സിനിമയെ മോശമാക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞതല്ല. ആ സിനിമയിൽ അത് ഉണ്ട് എന്ന് തന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ്. ഓക്കെ, എന്താണെങ്കിലും ബാക്കി മോഹൻലാൽ പടം റിവ്യൂവേഴ്സ് നെഗറ്റീവ് പറയുമ്പോൾ അതെടുത്ത് ചിരിച്ചു മറിയുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യും. റിയാക്ഷൻ. ഓക്കെ. അത് മോഹൻലാൽ ഫാൻസിന്റെ എല്ലാ സിനിമയിലും എല്ലാവരുടെയും ചെയ്യാറുണ്ട് കേട്ടോ. അത് കൂടുതലും മോഹൻലാൽ ഫാൻസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള സിനിമകളാണ് വന്നിട്ടുള്ളത്. അതായത് ഞങ്ങളുടെ ചാനൽ വേണ്ട, വേറെ ചാനൽ എടുത്ത് നോക്കിക്കോ, ഏറ്റവും കൂടുതൽ മോഹൻലാൽ ഫാൻസിന്റെ, അതായത് യൂട്യൂബ് റിവ്യൂവേഴ്സ് വന്നത് ഒരു കാലഘട്ടം അറിയാലോ, എത്ര വർഷം മുതലായിരിക്കും, ഒരു 5 വർഷത്തേക്ക് എടുക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂസ് ഉള്ളത് മോഹൻലാൽ സിനിമകൾക്കാണ്. അപ്പോൾ ചിരിക്കും കുറവാണ്. അതായത് മമ്മൂക്ക സിനിമയുടേത് അതിൽ ചിരിച്ചതും ഉണ്ട്, അത് മോശം വന്നത് ഞങ്ങൾ ചിരിച്ചിട്ടുമുണ്ട്. അതായത് നിങ്ങൾ ഒരൊറ്റ പെർസ്പെക്റ്റീവിൽ മാത്രം നോക്കിയിട്ടാണ് അങ്ങനെ തോന്നുന്നത്. അത് എന്താന്ന് വെച്ചാൽ അത് പറയാം, കഴിഞ്ഞിട്ട് പറയാം. അത് ഞങ്ങൾക്ക് ഇതിന് മോഹൻലാൽ സിനിമയാണ്, മമ്മൂട്ടി സിനിമയാണ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിപ്പോൾ പുഷ്പ ടു ഞങ്ങൾക്ക് വലിയ സിനിമകൾ അങ്ങനെയാണ് എല്ലാം. അതായത് വലിയ സിനിമകൾ ഇപ്പോൾ ഗെയിം ചേഞ്ചർ ആണെങ്കിലും, ഇന്ത്യൻ ടു, വിജയിന്റെ ഒരുപാട് സിനിമകൾ, ഇങ്ങനെ കുറേ വലിയ സിനിമകളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഈ സിനിമയ്ക്ക് ശേഷം ഇവരുടെ റിവ്യൂസ് അല്ലെങ്കിൽ അവരുടെ റിവ്യൂസ് വെച്ചിട്ടുള്ള ട്രോള് വീഡിയോ, അതിൻ്റെ റിയാക്ഷൻ ഇടും, അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ പോലെ ഞങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയും. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്, എപ്പോഴും ചെയ്യാറുണ്ട്. നിങ്ങളൊരു ഒരൊറ്റ കണ്ണുകൊണ്ട് മാത്രം കാണുന്നതുകൊണ്ടുള്ള പ്രശ്നം, മറ്റുള്ളതെല്ലാം ഉണ്ട്. അതും കൂടി എടുത്ത് നോക്കിയാൽ മതി. അടുത്തത്, മമ്മൂട്ടി പടത്തിന് നെഗറ്റീവ് വന്നാൽ അത് ശരിയല്ല എന്നൊക്കെ ആക്കി അതിനെ എതിർത്ത് വീഡിയോ ചെയ്യും. മമ്മൂട്ടി പടത്തിന് നെഗറ്റീവ് വന്നാൽ അത് ശരിയല്ല എന്നൊക്കെ ആക്കി അതിനെ എതിർത്ത് വീഡിയോ ചെയ്യും. ഒരിക്കലും അത് ഞങ്ങൾ എതിർത്തിട്ടല്ലത് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഫുള്ളായിട്ട് കാണുക എന്നുള്ള പറഞ്ഞൊരു സംഭവമില്ലേ. നമ്മളൊരിക്കലും അത് എന്താ പറയാ, ഞങ്ങളുടെ റിവ്യൂ പറഞ്ഞത് ശരിയായില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തിരുത്ത്, അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അല്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്.
അത് പിന്നെ ക്യാപ്ഷൻ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ക്യാപ്ഷനിലൊക്കെ പലതും കൊടുക്കും. അത് ക്ലിക്ക് ബൈറ്റിലെ ആ ക്യാപ്ഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ കരുതുന്നത് തെറ്റാണ്. ഇപ്പോൾ മാർക്കോ സിനിമയുടെ റിവ്യൂ ഇട്ടതിന് ശേഷം അടുത്ത ദിവസം ഞങ്ങളിട്ട വീഡിയോ എന്താ, തെറ്റുപറ്റി, റിവ്യൂവിൽ തെറ്റുപറ്റിയെന്ന്. കാരണം അതിൽ ഞങ്ങൾ പറഞ്ഞ ഒരു നാക്കുപിഴ, അതിനാണ് അവിടെ സോറി, അത് തിരുത്തുന്നു. അത് എന്താണ് ആദ്യം കാണുന്നവർക്ക് തോന്നുക, റിവ്യൂ ഞങ്ങൾ മാറ്റി. അപ്പൊ അങ്ങനെ കണ്ട് വിശ്വസിക്കുന്ന ആൾക്കാർ പറയും ഇവര് അടുത്ത ദിവസം റിവ്യൂ മാറ്റി പറയുന്നവരാണെന്ന്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ മാറ്റിയിട്ടേ ഇല്ല ഇതുവരെ. അങ്ങനെ ആണെങ്കിൽ മഞ്ഞുമല് മാറ്റണമായിരുന്നു അല്ലേ? ഓർമ്മിപ്പിക്കരുത്. അടുത്തത് ഡബിൾ സ്റ്റാൻഡ്. ഓക്കെ, രണ്ടാളും മമ്മൂട്ടി ഫാൻസ് എന്ന് പറയാൻ ഇവർക്ക് നാണക്കേടാണെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് അല്ല? ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് ആണ്, ലാലേട്ടൻ ഫാൻസ് ആണ്, അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എപ്പോഴാണ് ഞങ്ങൾ മമ്മൂട്ടി ഫാൻ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഏത് സിനിമയ്ക്കും ഞങ്ങൾ മമ്മൂട്ടി ഫാൻ മാത്രല്ല. മമ്മൂട്ടി ഫാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞങ്ങള് ലാലേട്ടൻ ഫാൻസും അല്ല. ലാലേട്ടൻ ഫാൻസ് മാത്രമല്ല. അതെ, ലാലേട്ടൻ ഫാൻസും എന്നാ അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ ലാലേട്ടൻ ഇഷ്ടമാണ്, മമ്മൂക്കേന്റെ സിനിമകൾ ഇഷ്ടമാണ്. ആരുടെയൊക്കെ സിനിമകൾ മലയാളത്തിൽ വരുന്നുണ്ട് അവരുടെയൊക്കെ എല്ലാ സിനിമകളും നമ്മൾ കാണാറുള്ളതാ. അതാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ അതായത് ഇതും ഒരൊറ്റ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു രീതിയിൽ തോന്നുന്നത്. അല്ല, പിന്നെ ഇവര് പറയുന്നത് അവര് ചിന്തിക്കുന്നുണ്ടാവും ഇവന്മാർ ഇങ്ങനെയാണ് എന്ന്. പിന്നെ അതിനകത്ത് നമുക്ക് എത്ര പറഞ്ഞാലും അത് മാറാൻ പോണില്ല. ഇനി അത് മാത്രല്ല, അത് മാറുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഇപ്പോ ഇവർ ഈ പറയുന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ അശ്വന്ത് കോക്ക് എന്തിനു റിവ്യൂ കിട്ടു? അതായത് ബസൂക്കക്ക് കിട്ടു, എമ്പുരാൻ കിട്ടു. എമ്പുരാൻ വളരെ കട്ട നെഗറ്റീവ് ആയിരുന്നു റിവ്യൂ. അതുപോലെ തന്നെ കട്ട നെഗറ്റീവാണ് ബസൂക്കയ്ക്കും. ആ സമയത്ത് എമ്പുരാൻ സിനിമയുടെ റിവ്യൂ വന്നപ്പോൾ മോഹൻലാൽ ഫാൻസ് അശ്വന്ത് കോക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോൾ വീണ്ടും അവർ എന്താവും, അതായത് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞത് ഈ സിനിമകളുടെ കാര്യത്തിൽ എങ്ങനെയാണ്, അതെന്താണെന്നറിയോ? ഇത് മാറണമെങ്കിൽ മോഹൻലാൽ യുഗം, മമ്മൂട്ടി യുഗം, അങ്ങനെ അതിന് വേണ്ടി ഇങ്ങനെ കുറച്ച് വിഭാഗം ഇങ്ങനെ ആയി നിൽക്കുന്നില്ലേ, ആൾക്കാരുടെ എണ്ണം കുറയണം, അത് മാറണം. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ഏതിനും സിനിമ എന്നുള്ള സാധനത്തിലേക്ക് മാത്രമായിട്ട് മാറും. അല്ലാണ്ട് ഓരോരുത്തരുടെ പേരും അങ്ങനെ ഒന്നുമില്ല. അത് നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ വിചാരം എന്താണെന്നറിയോ? നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അതേപോലെ നമുക്ക് അങ്ങനെ കാലഘട്ടം ഉണ്ട്, സത്യമാണ്. ആ കാലഘട്ടമൊക്കെ ഞങ്ങൾ മറികടന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ വന്നിരിക്കൂല. അതാണ് ഒരാളുടെ കട്ട ഫാൻ മാത്രമാണെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ എന്താണെങ്കിലും കുറച്ചു പേർക്കെങ്കിലും നമ്മുടെ റിവ്യൂസ് ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മൾ ഒരിക്കലും ഒരു ഭാഗത്തിന്റെ മാത്രമായിട്ട് നിൽക്കാറില്ല എന്ന് അവർക്കറിയുന്നത് കൊണ്ടാണ്. അല്ലാണ്ട് നമ്മൾ പറയുന്നില്ല കേട്ടോ, ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് ഇന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം നമ്മൾ ഒരു ചാനൽ നടത്തുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ലാലേട്ടന്റെ ഒരു സിനിമ ഇപ്പൊ എമ്പുരാൻ തന്നെ വന്നു, അത് നമുക്കറിയാം, അത് ഇൻഡസ്ട്രി ഹിറ്റ് ആകണം അല്ലെങ്കിൽ ആവേണ്ട സിനിമയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അതിന്റെ പല സംഭവങ്ങളും മറച്ചു വെച്ചിട്ട് ഞങ്ങൾ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പൊ അശ്വന്ത് കോക്ക് പറഞ്ഞതുപോലെ തന്നെ നമുക്കും ഉണ്ട് അതിന്റെ കുറെ കാര്യങ്ങള്. ഞങ്ങൾക്ക് ആ രീതിയിൽ, അതായത് സിനിമയുടെ ഭാഗത്തേക്ക് ചിന്തിക്കാതെ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കാനാണെങ്കിൽ, അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും എമ്പുരാൻ സിനിമയുടെ റിവ്യൂ ഞങ്ങളത് അങ്ങനെയല്ല വരിക. നന്നായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. പക്ഷെ ഞങ്ങൾ അത് ചെയ്തിരിക്കുന്ന രീതി തന്നെ ശരിക്ക് മോഹൻലാൽ ഫാൻസ് ആണ് കരുതേണ്ടത്. ഇവന്മാര് കട്ട മോഹൻലാൽ ഫാൻസ് ആട്ടോന്ന്. കാരണം നമ്മൾ അതിലാണ് എപ്പോഴും കലർത്തിയിട്ടുള്ളത്. ശരിക്ക് സത്യമായിട്ടും പല സംഭവങ്ങളും നമ്മൾ പോട്ടെ, അത് അങ്ങനത്തെ ഒരു സിനിമ അല്ലേ എന്ന് ചിന്തിച്ചിട്ട് ഒഴിവാക്കി പോയിട്ടുള്ളതാണ്. ശരിക്കും ഞങ്ങൾ എത്ര ടെൻഷനിലായിരുന്നു എന്നറിയോ? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളിവിടെ അങ്ങനെ ഇരുന്ന് റിവ്യൂ ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് ടെൻഷൻ എന്നായിരിക്കും. ഞങ്ങൾക്ക് വേറൊരു വശമുണ്ട്, ഞങ്ങൾ ജീവിക്കുന്നത് വേറൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ ആ ലക്ഷ്യങ്ങളിലേക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വലിയ പേടിയുണ്ട്. ഇങ്ങനെയുള്ള സിനിമകൾ ലാലേട്ടനെ വെച്ച് ചെയ്തിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെ വെച്ച് ചെയ്യും? അതിന് ആർക്ക് ധൈര്യം കിട്ടും? പിന്നെന്താ അറിയോ, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള സിനിമകളുടെ റിവ്യൂ പറയാന്ന് പറയുന്നത് ഭയങ്കര ഒരു ബാധ്യതയാണ്. കാരണം ഏത് രീതിയിൽ പറഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ളൊരു സംഭവമുണ്ട്, ആ സംഭവത്തിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ നമ്മളെ തിരിച്ച് ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളായി മാറും. പിന്നെ വേറെ കാര്യമുണ്ട്, അതായത് നമ്മൾ ഒറ്റത്തടിയായിട്ട് നമുക്ക് വേറെ ഒരു ബന്ധമില്ലാതെ സിനിമാ ഫീൽഡുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവരുത്. എന്നിട്ട് ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയിട്ട് നമുക്ക് ജെന്യൂനായിട്ട് ഭയങ്കര ഫ്രാങ്കായിട്ട് റിവ്യൂ ചെയ്യാം.
അങ്ങനെ പറ്റുന്ന ഒരു രീതിയുണ്ട്. അത് ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ മാറ്റി മറിച്ചതാണ്. അതായത് ആ രീതിയിലല്ല സിനിമയെ പരിഗണിക്കേണ്ടത് എന്നുള്ള ചിന്ത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മാറ്റിയതാണ് അതൊക്കെ. ശരിക്കും ഞങ്ങൾ മാറി ചിന്തിക്കാൻ പ്രധാന കാരണമായിട്ടുള്ള ഒരാളുണ്ട്. ഞങ്ങളായിട്ട് അറിയുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ആൾ വിളിച്ചു, ശരിയാണ് നിങ്ങളാ ചെയ്തത് അങ്ങനെയാണ്. അതായത് ഒരു പ്രമുഖ നടൻ്റെ ഒരു സിനിമയുടെ റിവ്യൂ ആണ് ഞങ്ങൾ ഇട്ടത്. ഭയങ്കരമായിട്ട് വലിച്ചു കീറിയിട്ടുള്ള റിവ്യൂ ആണ് അതിലിട്ടത്. അന്ന് ഈ ആൾ ഞങ്ങളോട് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ആ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതെൻ്റെ കുട്ടിയാണ്. ആ കുട്ടിയുടെ കാലിന് പ്രശ്നമുണ്ട്, നിങ്ങളുടെ കുട്ടി വികലാംഗനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് കണ്ണ് കാണൂല, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ കുറവുകളുണ്ട് എന്ന് നമ്മളോട് പറയുമ്പോൾ എന്തൊക്കെയാണെങ്കിലും സമ്മതിച്ചാൽ പോലും നമ്മുടെ കുട്ടിയെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. അതാണ് പ്രൊഡ്യൂസർ പറഞ്ഞതാണ്. ആ കേട്ട നിമിഷത്തിലാണ് ഞങ്ങൾ ആ റിവ്യൂ പ്രൈവറ്റ് ആക്കിയത്. ഞങ്ങളത് പ്രൈവറ്റ് ആക്കി. പിന്നീട് നമ്മൾ പറയുന്ന സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതായത് ആരുടെ ആണെങ്കിലും അങ്ങനെയാണ്, അവരുടെ പ്രൊഡക്റ്റ് അവർ ഏറ്റവും ഭയങ്കര ഇതായിട്ട് തന്നെയായിരിക്കും അവർ ഇറക്കുന്നത്. ശരിയാണ്. അതായത് നമ്മൾ ക്യാഷ് കൊടുത്ത് അവർ വെക്കുന്ന സ്ഥലത്ത് നമ്മുടെ സമയം കളഞ്ഞ് നമ്മുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് സമയമൊക്കെ ചിലവാക്കിയിട്ട് നമ്മളവിടെ പോയിരുന്ന് കാണുകയാണ്. നമുക്കതിന് പറയാനുള്ള അവകാശം ഉണ്ടെങ്കിൽ പോലും ഇത് എന്തൊക്കെയാണെങ്കിലും അവരുടെ പേരിലുള്ള സിനിമയാണ്. അതിൻ്റെ അപ്പനും അമ്മയും ഒക്കെ അവരാണ്, നമ്മളല്ല. അതാണ് ടിക്കറ്റ് എടുത്ത് കണ്ടു എന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പരിഗണന അതിനുശേഷം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലുള്ള, അതായത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേഷത്തിൽ ചെറുതായിട്ട് ഞങ്ങൾ മാറ്റി തുടങ്ങിയ സമയമായിരുന്നു അത്. ആ റിവ്യൂവിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അത് നിങ്ങൾക്ക് ചിലർക്ക് കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ അതിലെ ഇൻ്റർവ്യൂസിൻ്റെ രീതിയിൽ അവർ ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലൊക്കെയായിരുന്നു അതിൻ്റെ റിവ്യൂ ചെയ്തത്. ഞങ്ങൾക്ക് മനസ്സിലായി അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഞങ്ങൾക്ക് ആള് പറഞ്ഞു തന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംഭവം പിടിത്തം കിട്ടിയിട്ടോ. അന്ന് ഞങ്ങൾ തിരുത്തിയതാണ്. അത് ഞങ്ങളുടെ ക്വാളിറ്റി അല്ലേ, അതോ ഞങ്ങളത് മനസ്സിലാക്കാതെ ഞങ്ങൾ അവരുടെ വേദനയൊക്കെ ആർക്ക്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം നല്ല അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് അതാണ്. അതായത് അങ്ങനെ ഞങ്ങൾ ഇതൊന്നും നോക്കാണ്ട് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ പക്ക നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ മോഹൻലാൽ ഹേറ്റേഴ്സ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എമ്പുരാന്റെ റിവ്യൂ ഞങ്ങൾ എങ്ങനെയായിരിക്കും? അങ്ങനെയല്ല വരിക. ബാരോസിന്റെ റിവ്യൂ അങ്ങനെയല്ല വരിക. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓർക്കും. നമ്മളിങ്ങനെ ഓരോ സിനിമയെ കുറിച്ച് ഇപ്പൊ മലയാളത്തിൽ തന്നെ മറ്റുള്ള എല്ലാവരും ഒരു എന്താ പറയുക, സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിൽ അത് വിജയിക്കേണ്ടത് മലയാള സിനിമയുടെ ആവശ്യം കൂടിയായിരുന്നു. പിന്നെ നമ്മുടെ നിലപാട് അത് ഞങ്ങള് അതിനുശേഷം ഇപ്പൊ ഫസ്റ്റത്തെ റിവ്യൂ ആയിരിക്കും ഇമ്പാക്ട് ഉണ്ടാക്കുക. നമ്മൾ അതിനുശേഷം അപ്ഡേറ്റ്സ് ആയിട്ട് റിയാക്ഷൻ ആയിട്ട് ഇടുന്ന മറ്റു വീഡിയോയിലൂടെ നമ്മളെ കേൾക്കുന്ന സ്ഥിരമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരിലേക്ക് നമുക്ക് ഇന്ന സംഭവങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അതിനുശേഷമുള്ള വീഡിയോയിലൂടെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ആ മെയിൻ റിവ്യൂവിൽ നിന്ന് ഞങ്ങൾ ചില സാധനങ്ങൾ എടുത്തു കളയാറുണ്ട്. അത് ആ സിനിമക്ക് അങ്ങനെ സംഭവിക്കേണ്ടെന്ന് കരുതിയിട്ട് തന്നെ. തീർച്ചയായിട്ടും പല രീതിയിൽ ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള സിനിമകൾ വലിച്ചു കീറിയ, നിങ്ങളെന്നാൽ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ആ രീതിയിൽ പരിഗണിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വലിച്ചു കീറുന്ന സിനിമകളാണെങ്കിൽ പോലും അതിലും ഞങ്ങൾ മാന്യമായിട്ട് മാക്സിമം പിടിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാറ്. പിന്നെ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ട് ഏത് ഈ വ്യൂവേഴ്സിനോട്. ആ രീതിയിൽ അതും കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഞങ്ങളുടെ റിവ്യൂ വരാറ്. പിന്നെ നമ്മൾ പറയാറുണ്ട്, അതായത് നമ്മൾ ഫസ്റ്റ് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി റിവ്യൂ ഇടുമ്പം അത് ഭയങ്കര ഒരു ബാധ്യതയാണ്. പല കാര്യങ്ങളും നമ്മൾ ചില സംഭവങ്ങളൊക്കെ പറയുമ്പോൾ സ്പോയിലർ ആയി പോകും. അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാണ്ട് പറയാൻ പറ്റില്ല. അതായത് സ്പോയിലർ റിവ്യൂലെല്ലാം പറയാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. അതാണ് ഇന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്തതും അല്ലെങ്കിൽ ഇന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വിശദീകരിച്ച് പറയേണ്ട സാഹചര്യം വരുന്നൊരു ഘട്ടം വന്നാൽ അത് സ്പോയിലറാണ്. അപ്പോൾ മാക്സിമം സ്പോയിലർ ഇല്ലാതെ നിങ്ങളെ അവിടേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ റിവ്യൂ ചെയ്യും. പക്ഷേ അതിന് ശേഷമുള്ള നമ്മൾ ആൾറെഡി പറയാറുണ്ട്, എല്ലാ മറ്റു റിവ്യൂവേഴ്സ് ചാനലിൻ്റെ പോലെ അല്ല, നമ്മളിത് റിവ്യൂ മാത്രം വരുന്ന ചാനലല്ല, എല്ലാം ഉണ്ടാവും. അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇതൊക്കെ പറയാനുള്ള അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്കത് പറയാലോ. മറ്റുള്ള ഒരു ചാനല് അല്ലെ ഏതെങ്കിലും ഒരു റിവ്യൂ ചാനലിൽ അവര് സിനിമ വരുന്നു, റിവ്യൂ ഇടുന്നു, കഴിഞ്ഞു. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പിന്നെ അങ്ങോട്ടാണ് പിന്നെ നമ്മുടെ സമയം. അതായത് നല്ല പോസിറ്റീവും കൂടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തകർക്കാനുള്ള സംഭവം ഉണ്ടാവും. അങ്ങനെ പൊളിച്ചടുക്കി പറയാം. ഞങ്ങളത് ചെയ്യാറുമുണ്ട്. ഞങ്ങൾ ആഘോഷിക്കാറാണ് എപ്പോഴും. എപ്പോഴും ആഘോഷിക്കാറാണ്.
എന്താണേലും കുറച്ച് കമന്റ്സ് നമുക്കെതിരെ വന്നിട്ടുണ്ട്, രസമാണ് വായിക്കാം. നല്ല രസമുണ്ട് കേട്ടോ, വായിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പെട്ടെന്ന് വായിച്ചോ. ഫസ്റ്റത്തത് 100% ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നേ, ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതല്ല ഞാനാ, പിന്നെയും ഭേദമാണ് ആ ഗ്ലാസ് വെച്ച് ഞാൻ തന്നെ എന്നെ തന്നെ. താങ്ക് യു മുത്തേ. പക്ഷേ മറ്റോ താനി സുടുവായ മമ്മൂട്ടി ഫാനോളിയാണ്. അവനൊരു വീഡിയോയിൽ മോഹൻലാൽ 7 ജന്മം എടുത്താലും മമ്മൂട്ടി പോലെ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവന്റെ ഉള്ളിലെ വിഷം ശരിക്കും മനസ്സിലാക്കാം. പക്ഷെ പൈസ ഉണ്ടാക്കാൻ, ഒരു മിനിറ്റ് ഇത് തീർത്തോട്ടെ, പൈസ ഉണ്ടാക്കാൻ മോഹൻലാലിന്റെ വീഡിയോ വേണം. കാര്യത്തിലേക്ക് വരാം. ഈ പറഞ്ഞ സാധനം എന്താണെന്നറിയോ? അതായത് ഞങ്ങളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നീയും പറഞ്ഞതാ. അതായത് ഈ ലോകത്ത്, അതായത് ലാലേട്ടൻ 7 ജന്മം എടുത്താലും ആ ഒരു സംഭവം കഴിയില്ല എന്ന് പറഞ്ഞത് മമ്മൂക്ക കൈകാര്യം ചെയ്യുന്ന സ്ലാങ് അതാണ്. അത് ലാംഗ്വേജിനെ കുറിച്ചാണ്. ഏത് ജില്ലയിലും അതിലെ പല ജില്ലകളിൽ പല സ്ഥലങ്ങളിൽ പല സ്ലാങ് ആയിരിക്കും. അതൊക്കെ പിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് മമ്മൂക്ക. അതിനെ കുറിച്ചാണ് അത്. ലാലേട്ടൻ ചെയ്തിട്ടുള്ള വളരെ കുറച്ചാണെന്നാണ് അതിന്റെ. നിങ്ങൾ മോഹൻലാൽ ഫാൻസ് തെളിവ് വെക്കും. അതെ, ആകെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ സ്ലാങ് നന്നായിട്ട് പിടിച്ച് ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ അതും വിവാദമായിട്ടുണ്ട്. അതെ, അതാണെങ്കിൽ അതും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അത് മോഹൻലാൽ പോലും ശരി വെക്കും. ശരിയാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ കഴിവില്ലേ. അല്ലെങ്കിലും ഇതിനകത്ത് വേറെ കാര്യം വേണ്ടേ, അല്ലെങ്കിലും മമ്മൂക്കയും മോഹൻലാലും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ഇവര് ഫാൻസിനാണല്ലോ ഇതൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. അതെ, ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഒരു സ്ക്രിപ്റ്റ് ഒരാളെ മുമ്പിലേക്ക് എത്തുന്നു, ഈ എത്തുന്ന സിനിമ മൊത്തം ഇവർ തിരഞ്ഞെടുക്കാത്തത് ഒഴിവാക്കുന്നതും തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് എനിക്ക് പറ്റും, എനിക്ക് ആ ക്യാരക്ടർ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റും എന്ന് തോന്നുന്നതല്ലേ അവർ ചെയ്യുള്ളൂ. ഇവർ റിജക്റ്റ് ചെയ്യുന്നിടത്ത്, ഇവർ റിജക്റ്റ് ചെയ്യുന്ന സിനിമകളിൽ കണ്ടന്റിന്റെ കാരണം കൊണ്ടല്ലാതെ ഈ കഥാപാത്രം ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങൾ കാരണം സിനിമ ഒഴിവാക്കിയത് എത്ര ഉണ്ട്. അപ്പോൾ അവർക്കറിയാം അവരുടെ കുറവുകൾ. ഇത് ഫാൻസിനാണ് അറിയാത്തത്. ഇവർ ഒഴിവാക്കിയ അല്ലെങ്കിൽ ഈ ലോകത്ത് ഏത് സ്ക്രിപ്റ്റ് വന്നാലും ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ വേണം. ആ ആളാണ് ഏത് ഈ ലോകത്ത് എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരാള് അല്ലേ? അങ്ങനെ ഒരാളില്ല. ലോകത്തുണ്ടോ? ഇല്ല. മോഹൻലാൽ സിനിമ എന്തായാലും ക്യാരക്ടർ ഇത് തനിക്ക് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഒഴിവാക്കിയ സ്ക്രിപ്റ്റുകളില്ലേ ഇഷ്ടം പോലെ. അപ്പൊ അതിനർത്ഥം എന്താണ്? അതായത് മോഹൻലാൽ പോലും ശരി വെക്കുന്നു ഇത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങളുണ്ട് എന്നുള്ളത്. പിന്നെ അത് അങ്ങനെയാണ്. ആർക്കാണ് എല്ലാം ചെയ്യാൻ കഴിയുന്ന കഴിവുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരുള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ളൊക്കെ കഴിവുകളായിരിക്കും, ഫുള്ള് കഴിവുള്ള. സത്യം. അടുത്തത് പലർക്കും പല കഴിവാണ്, അത്രേ ഉള്ളൂ. അടുത്തത് കൃത്യവും വ്യക്തവുമായ നിരീക്ഷണം. ഇവന്മാരെ കിഴി അടിച്ച് പൊട്ടിക്കാൻ തോന്നാറുണ്ട്. എമ്പുരാനിൽ ഫഹദുണ്ട്, മമ്മൂട്ടിയുണ്ട്, രജനിയുണ്ട്, കമൽഹാസനുണ്ട് എന്നൊക്കെ തട്ടിവിട്ട് ആരാധകരിൽ പ്രതീക്ഷയുടെ പരകോടിയിലെത്തിച്ച് റിലീസ് ദിവസം നിരാശരാക്കുക എന്ന സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ഇവർ നടത്താറ്. സൈക്കോളജിക്കൽ മൂവ്മെന്റ്സ് ആയിരുന്നില്ല, പക്ഷെ ഇത് ആൾക്ക് ആ ദേഷ്യം തോന്നിയതിൽ തെറ്റ് പറയാം. അത് കറക്റ്റാണ്, സത്യസന്ധമായിട്ടുള്ള ഒരു ദേഷ്യമാണ്. അത് എന്താണെന്നറിയോ, അത് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ഒരു പ്രതീക്ഷ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെ. അത് ഞങ്ങൾക്കും ഞങ്ങളോട് ചെയ്ത ആളോടും ഞങ്ങൾക്ക് അതാ പറയാനുള്ളൂ. ഇങ്ങനെ കൊടുക്കരുത് പ്രതീക്ഷ ഒരാൾക്കും, സത്യമായിട്ടും. പക്ഷെ ആൾക്കും അതറിയില്ല. ആളോട് ചെയ്ത ആള് അങ്ങനെയൊക്കെ തന്നെയാണ് തുടരും. കാരണം അവര് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമായിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളോടും വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയോ നിങ്ങൾക്ക് അത്രയും വലിയ ബന്ധം. ഇപ്പോഴിതാ തുടരും സിനിമയിൽ എന്തോ വലിയ സംഭവം ഉണ്ടെന്നാണ് ഈ മൈത്താണ്ടി മക്കൾ അടിച്ചുവിടുന്നത്. ഇവന്മാർ 1-ാം നമ്പർ ലാൽ വിരോധി കുന്മാരാണെന്ന്. എന്ത് ആടേ, ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ലാംഗ്വേജ് യൂസ് ചെയ്യും. ദേഷ്യം നോ പ്രോബ്ലം. ദേഷ്യം തോന്നുന്നത് നമുക്ക് എല്ലാവരോടും നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് ദേഷ്യം തോന്നിയേക്കാം. അല്ല, അതൊക്കെ ആളുടെ ന്യായം ഒക്കെ ഓക്കെ, അതൊക്കെ സമ്മതിച്ചു. ആള് നമ്മളിപ്പോ ആ ഒരു പ്രതീക്ഷ കൊടുത്തു, അത് ആൾക്ക് പ്രശ്നമായിട്ടുണ്ടാവും, ഒക്കെ ഓക്കെയാണ്. ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഇവിടെ ഇങ്ങനത്തെ ഒരു പേജും ഇങ്ങനത്തെ ഒരു കണ്ടന്റും വരാനുള്ള കാരണം എന്താ? ഒരു വിഭാഗം ആൾക്കാർക്ക് ലാലേട്ടനെ ഇഷ്ടമാണ്, ഒരു വിഭാഗം ആൾക്കാർക്ക് മമ്മൂക്കേനെ ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ. മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെയാണ്. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. എല്ലാവരും ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതായത് മൊത്തം എല്ലാ സിനിമയും ഒരേ രീതി കാണുന്നവരുണ്ട്. അടുത്ത കമന്റ് ഇപ്പൊ വായിക്കാൻ പറ്റൂല. കമന്റ് അങ്ങനത്തെ ഒരു കമന്റ് ആണ്. വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ഈ മലരന്മാരെ കാണുന്നത് വെറുപ്പാണ്, വായ തുറന്നാൽ അർപ്പും. ഇപ്പൊ ഇത് രണ്ട് വായ തുറക്കാണ്ട് ഇപ്പൊ ഇതൊന്നും പറയാനും പറ്റൂല, വായിക്കാനും പറ്റൂല. പിന്നെ എന്തെന്ന് ചെയ്യാനാ? വിറ്റതല്ല കാണുമ്പോൾ
വെറുപ്പ്. ആ വായ തുറന്നാൽ അറപ്പ്. നൈസായിട്ടുണ്ട് കേട്ടോ. അല്ല ആദ്യത്തെ വെറുപ്പുണ്ടെങ്കിൽ പിന്നെ വാ തുറക്കാൻ നിൽക്കൂല. പിന്നെ അടുത്തത് അതെ ഡബിൾ സ്റ്റാൻഡ് യൂട്യൂബ് കോമാളികളാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ എടുക്കുന്നവർ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വിഭാഗങ്ങളുകൊണ്ടാണ്. അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അത് ഏതൊരാൾക്കും ഇതിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ കോമാളികൾ തന്നെയാണ്. അത് ഞങ്ങളുടെ തമ്പനയിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോയിൽ തന്നെ ഉണ്ടാവും. രണ്ട് സൈഡിൽ രണ്ട് കോമാളികൾ. ഈ ഫോട്ടോ ഇട്ടുള്ള സ്ക്രീൻഷോട്ട് അതിൽ ഞങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്, രണ്ട് ജോക്കേഴ്സ്. തീർച്ചയായിട്ടും അത് അത്രേ ഉള്ളൂ. ഞങ്ങൾ അതിന് എവിടെയും പറയുന്നില്ലല്ലോ ഞങ്ങൾ ബുദ്ധിജീവികളാണ്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ബുദ്ധിജീവികളും അല്ല. ഞങ്ങൾക്ക് നമ്മളെന്താ സാധാരണ ഒരു മനുഷ്യൻ സിനിമ കാണുമ്പോൾ എന്താണോ കിട്ടുന്നത് അതിന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയാറുള്ളൂ. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൺവേ ആവാറില്ല. അതെ, ചില സമയങ്ങളിൽ പൊട്ടത്തരം ചിന്ത വരാറുണ്ട്, പിന്നീട് തിരുത്താറുണ്ട് മനസ്സിൽ. നമുക്ക് ഇന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനത്തെയൊക്കെ എല്ലാ രീതിയിലും മനുഷ്യന്മാർക്ക് വരുന്ന എല്ലാ വികാര വിക്ഷോഭങ്ങളും വരുന്ന ഒരാൾക്കാർ തന്നെയാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങളും വികാര ജീവികളാണ്. അടുത്തത് സത്യം വന്മാർ ഇക്കച്ചി ഫാനാണ്. അടുത്തത് രണ്ടും നല്ല മികച്ച മൈരന്മാരാണ്. തീർച്ചയായിട്ടും ഐ ആം ഹാപ്പി. അടുത്തത് ഇതിൽ സ്പെക്സ് വെക്കാത്തവന് ഭയങ്കര കഴപ്പാണ്. അത് സത്യമുണ്ട്, കഴപ്പത്തിന് ഇത്തിരി കൂടുതൽ. മോഹൻലാൽ റോസ്റ്റ് ചെയ്ത വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുമ്പോഴുള്ള അവന്റെ സന്തോഷം ഒന്ന് കാണണം. എല്ലാ മമ്മൂട്ടി പടങ്ങളും അവർക്ക് സൂപ്പർ ഹിറ്റ് ആണ്. ഓക്കെ, അടുത്തത് ഇന്നലത്തെ ന്യായീകരണ വെളുപ്പിക്കൽ വീഡിയോ കണ്ടതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി ഇത്രയും ദിവസം മോഹൻലാലിനെ ട്രോളുന്ന വീഡിയോസ് ഒക്കെ ആസ്വദിച്ച് കണ്ടവർ ആയിരുന്നു. അത് റിയാക്ഷൻ ആയിരുന്നില്ല, റിയാക്ഷൻ ആയിരുന്നു. അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ്. ഇവിടെ ഒരു വീഡിയോ ഉണ്ടാവും, നമ്മളത് കണ്ടിട്ട് അതിന് ആ സമയത്ത് റിയാക്ഷൻ ആണ്. മറ്റത് ഞങ്ങൾ മറ്റുള്ള യൂട്യൂബേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് അനലൈസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഞങ്ങൾ റിയാക്ഷൻ അതിൽ ഇട്ടിട്ടുണ്ട്, അത് തമ്പനയില് അതിന്റെ അവർ പറഞ്ഞിരിക്കുന്ന ക്യാപ്ഷൻ ആ സമയത്ത് ഞങ്ങൾ ചിരിക്കുന്നുണ്ട് അല്ലേ? ഏത് ബെസ്റ്റൂക്കാന്ന് പറഞ്ഞ സമയത്ത്. പിന്നെ അടുത്തത് അത് സ്ഥിരം അജണ്ടയാണ്. രണ്ട് വർഗീയ വിഷയങ്ങളാണെന്ന് പലതവണ തോന്നിയിട്ടുണ്ട്. ഡീഗ്രേഡിങ് കോക്കിന്റെ വീഡിയോക്ക് റിയാക്ഷൻ വരെ ഇവരിടുന്നു. ഇതൊക്കെ എന്താണല്ലേ എന്റെ പൊന്നെ, വർഗീയതയും കൊണ്ടുവന്നതിനകത്ത് നാളെ ഇന്റർനാഷണൽ ആയി കഴിഞ്ഞു കേട്ടോ. അടുത്തത് പേര് ഞാൻ അറിയാണ്ട് പറഞ്ഞുപോയി. ഇറച്ചി വെട്ടുകാരനാണ് ആളുടെ പേര്. കമന്റ് ഇട്ടിരിക്കുന്ന ആള് ഇറച്ചി വെട്ടുകാരൻ എന്നാണ് കേട്ടോ ആളുടെ പ്രൊഫൈൽ നെയിം. രണ്ടുപേർക്കും അതാണ് ഞാൻ പറയാൻ വന്നത്. രണ്ടുപേർക്കും എങ്ങനെ പറയും, അണ്ടിയില്ല. അത് തന്നെ കാര്യം. എന്താ ദൈവം ഇറച്ചി വെട്ടുന്നോളം വെട്ടി കളയാണ്ടിരുന്നാ മതിയായിരുന്നു. ഇല്ലാന്നെ വിശ്വസിച്ചോ, അതെങ്കിലും ബാക്കി സത്യം. അടുത്തത് ഇത് കറാച്ചി ഫാൻസ് ആണ്, മതയോളികൾ. ഒരിക്കലും ഞങ്ങള് സിനിമയിൽ മതം കൊണ്ടുവരൂല കേട്ടോ, അത് മാത്രം പറയരുത്. എല്ലാരും കറക്റ്റ് ആയിട്ട് നോക്കിട്ട് ഇല്ലാതെ തപ്പി ഇല്ലാത്തവരെ ഇല്ലവരൊക്കെ അറിയാം അല്ലേ വന്നിട്ട് ഇവിടെ ഇല്ല. അടുത്തത് ഇത് തന്നെയല്ലേ അശ്വന്ത് ഗോക്കും ഉണ്ണി വ്ളോഗും ചെയ്യുന്നത്. അവർ രണ്ടുപേരും മോഹൻലാൽ ഫാൻസ് അല്ലേ? അവർ രണ്ടുപേരും മോഹൻലാൽ ഫാൻ അല്ലേന്ന്. ഇതിപ്പോ സെയിം അപ്പുറത്തേക്ക് മാറി, രണ്ടും സെയിം തന്നെ. ഞങ്ങള് നേരിടുന്ന അവര് നേരിടുന്ന ഒന്ന് തന്നെ, ഒക്കെ ഒന്ന് തന്നെ. അടുത്തത് GBU കൊള്ളില്ല, ബസൂക്ക കിടിലെന്ന്. അത് സത്യല്ലേ? ബസൂക്ക സിനിമേനെ കമ്പയർ ചെയ്യുന്ന ആൾക്കാര് എന്താ സ്ക്രിപ്റ്റ് ഇല്ല, സ്റ്റൈലിഷ് അല്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാര്. മറ്റേത് സ്ക്രിപ്റ്റ് വേണ്ട, ഫാൻ ബോയ് സംഭവം മതി, അത് മാത്രം മതി. അഴിഞ്ഞാട്ടം ഏത് അജിത്ത് ആരാന്നറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ സംസാരിക്കും. അതിന് അജിത്ത് ആരാന്ന് ചോദിക്കുന്നു ഇവരെ. എന്നിട്ട് അത് അതിന് ലോജിക്കോ മാജിക്കോ മാത്രം മതി, ഒന്നും വേണ്ടാന്ന്. അതുപോലത്തെ അഴിഞ്ഞാട്ടം തന്നെ ലാസ്റ്റ് അതെന്താ അംഗീകരിക്കാൻ പറ്റാത്തത്? അപ്പൊ നിങ്ങൾ അതിൻ്റെതായ കാരണങ്ങൾ പറയും. അതേപോലത്തെ കാരണങ്ങൾ തന്നെയാണ് GBUന്റെ കാര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തത്. തീർച്ചയായിട്ടും. അടുത്തത് നിന്റെ പേജ് ഒരു മോഹൻലാൽ പേജ് ആണ്. നിന്നെ പോലെ തന്നെ അവരും കണ്ടാൽ പോരെ വാണമേ. നീ ഡെയിലി പോസ്റ്റ് ഇടുന്നുണ്ടോ? ആ പോസ്റ്റുമാരായിട്ട് കൊടുത്താട്ടോ. നേരത്തെ മറ്റേ അശ്വന്ത് ഗോക്കിന്റെ ഉണ്ണി വ്ളോഗിന്റെ കാര്യം പറഞ്ഞ രണ്ടെണ്ണം നമുക്ക് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഏതാ ഈ ഉളകൾ അടിപൊളി. അതിനാരോ കമന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗുഹനോളി യൂട്യൂബേഴ്സ്. നിലവാരം അതിലുണ്ട്.
അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴേ തന്നെ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ വിളിച്ചു അടുത്തൊരാൾ കേട്ടോ ചെകുത്താൻ യൂട്യൂബർ അങ്ങനെയല്ലേ ബിസിനസ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഇവരും. ഔ രണ്ട് രണ്ട് അടുത്തതും ചാനൽ ചാനൽ ഏതാണ്? ചാനൽ എന്റർടൈൻമെന്റ്. അത് ആരാണ്? കർണൻ നെപ്പോളിയൻ. സത്യം പറ, നീയല്ല ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് കമന്റ് ഇടാറുള്ള കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് DP എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടി ഞങ്ങൾക്കിട്ട് തരാൻ നിൽക്കുന്നു അല്ലേ? ചുമ്മാ എന്തായാലും ഇവന്മാർക്കൊരു മൈലും അറിയത്തില്ല. സിമ്പിൾ ആൻഡ് ഹംബിൾ. അത് അടിപൊളി. മഞ്ഞുമൽ വോയിസ് കൊള്ളില്ല എന്ന് പറഞ്ഞത് ആരെയാണ്? വലതുവശത്തുള്ളവൻ. ആരാണ്? ഞാനാണ്. എനിക്കാണല്ലോ കൂടുതൽ. അല്ല ഞാനെന്താ ചെണ്ട വന്നത്? നിങ്ങളൊക്കെ വേണം എന്റെ നെഞ്ചത്ത് കാണല്ലോ. നിങ്ങള് ഷെയർ ചെയ്താ എനിക്ക് കൂടെ കൊണ്ട കുറച്ച്. ഇപ്പൊ ഞാനെന്താ മൊത്തം ഏറ്റുവാങ്ങണം നടക്കണ കാര്യമാണ്. ഒരാളെ ഇവറ്റയുള്ള ഐഡിയ ഒന്ന് മെൻഷൻ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ഫോളോ ചെയ്യാനാ? അവന് തെറി വിളിക്കാനായിരിക്കും. ഏതാണ് ഈ അതൊരു സത്യം. ഇവരൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ പറഞ്ഞാലും നമ്മളെ അങ്ങനെ വന്നിട്ട് ആരും അങ്ങനെ പറയാറൊന്നുമില്ല. ഇതുപോലെ പോസ്റ്റുകൾക്കല്ലാതെ ഇപ്പൊ ഇതില് നല്ല തെറി ഉണ്ടല്ലോ. അതായത് വീഡിയോന്റെ താഴെ വല്ലപ്പോഴും വരാറുള്ളൂ. പിന്നെ നമുക്കെതിരെ അതായത് ഭയങ്കരമായിട്ടുള്ള വിയോജിപ്പുണ്ടെങ്കിൽ പോലും വളരെ മാന്യമായിട്ടാണ് നമുക്ക് മെസ്സേജ് അയക്കാറ്. തീർച്ചയായിട്ടും. ഇതിപ്പോ ഈ പോസ്റ്റ് ഇവർ എല്ലാരും ഷെയർ ചെയ്തുകൊണ്ടാണ് ഇത് എടുത്തോണ്ട് വന്നത് പോലും. അല്ലാണ്ട് വേറൊന്നും അല്ല. അത് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. ആഗ്രഹിച്ചാണ് ഇതൊക്കെ. ഇതിന്റെ അടിയിൽ ഒരു അതായത് യൂട്യൂബിന്റെ അത് ചെയ്യുന്ന തുടങ്ങുന്നതിന് മുമ്പൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ വരേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും, നമുക്കെതിരെ ഒരു വിഭാഗം തിരിയേണ്ടി വരും. എന്താണെങ്കിലും അടിയില് ഒരു കമന്റ് കൂടി ഉണ്ട്, 2 വേടലകൾ. അതും കൂടി വെച്ചിട്ട് നിർത്താം. സമാധാനം സന്തോഷമൊക്കെ ആയില്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. എന്തായാലും ഇതിൽ വിഷമം തോന്നി പറയാം, നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ സംസാരിക്കാം. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. വ്യൂവേഴ്സിൻ്റെ ഇഷ്ടം നോക്കി തന്നെ നമ്മൾ പല സംഭവങ്ങളും ചെയ്യാറുണ്ട്. ഇത് റിയാക്ഷനായാലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എത്രയൊക്കെ ഇതിനകത്ത് വേറൊരു കാര്യം ഇത്രേ ഉള്ളൂ. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഈ ഡൈ ഹാർഡ് ഫാൻസിന് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് അവർക്ക് ഭയങ്കര കുറ്റമായിരിക്കും. പിന്നെ നമ്മുടെ എല്ലാം നമ്മളെ അങ്ങനെ പറയുള്ളൂ. അത് അത്രേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മൾ ഇപ്പം എത്രയോ ലാലേട്ടൻ ഫാൻസ് ഉണ്ട് നമ്മളോട് അത്രയും കമ്പനിയായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ അത്രയും മെസ്സേജുകൾ വന്നിട്ട് അവരെ ഓരോ അപ്ഡേറ്റ്സും അയച്ചു തരുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാം. പിന്നെ ഞങ്ങളെ നാട്ടുകാർക്ക് അറിയാം. പിന്നെ എത്ര പേര് ഞങ്ങളെ ഇന്ന സമയത്ത് ഞങ്ങൾ ആരുടെ പേരായിരുന്നു അതൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ അവരുടെ മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെ വന്ന് അഭിനയിച്ചു ഇങ്ങനെ വേറെ രീതിയിൽ ഇങ്ങനെ കാണിക്കാന്ന് നിങ്ങൾ കരുതിയത്? അതായത് കട്ട ഇന്ന ആളായിട്ട് എന്നിട്ട് വേറെ രീതിയിൽ അഭിനയിച്ച് ഞങ്ങൾക്ക് ഇവരുടെ മുന്നിൽ ക്രെഡിബിലിറ്റി ഉള്ളവർക്ക്, അതായത് കുറച്ചെങ്കിലും എത്തിക്സ് ഉള്ളവർക്ക് നടക്കാൻ പറ്റുമോ? അവരുടെ മുഖത്ത് നോക്കി നടക്കാൻ പറ്റുമോ? അപ്പൊ എന്തായാലും ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ. അത്ര മതി. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.